السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പഠനം മധുരത്തിലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് പഠിച്ചു മറന്നവരെയും അത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരെയും, അതായത് ഖുർആൻ പാരായണം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഓരോ ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഫത്തഹിനെ നീട്ടാൻ അലിഫ് വരും, കെസറിനെ നീട്ടാൻ എന്ത് വരും? യാ വരും. ലമ്മിനെ നീട്ടാൻ എന്ത് വരും? വാവ് വരും. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ശൈലി എന്ന് പറയുന്നത് അറബി അക്ഷരങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ളത് പഠിച്ചാൽ, അതായത് പ്രയാസമുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ട്, ഉച്ചാരണത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പരിശീലനത്തിലൂടെ മാത്രമേ അത് കറക്റ്റായിട്ട് ഉച്ചരിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ അക്ഷരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എളുപ്പമുള്ള അക്ഷരങ്ങളിലുള്ള കുറേ പദങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ആർക്കും ഇത് കഴിയും എന്നുള്ളൊരു ധാരണ, ആ മനോധൈര്യത്തോടെ ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ മുതിർന്നവരുടെ ഈ ക്ലാസ് നമ്മൾ തുടർന്ന് പോകുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് പഠിച്ച അക്ഷരങ്ങളിൽ തന്നെയും ഫത്തഹിനെ നീട്ടാൻ അലിഫ് വരും അല്ലേ? ആ. അടുത്തത് കെസറിന് നീട്ടാൻ യാ വരും, ഈ. അപ്പൊ യാന് പുള്ളി വരും, പുള്ളി ഇല്ലാതെ ഇരിക്കാം. അപ്പൊ ഈ എന്ന് വന്നു. അപ്പൊ നമുക്ക് ഈ എന്നുള്ളതിന് ഉള്ള ഒരു പദമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആ, ഈ. ഇപ്പോഴെന്തായി? ഈ. അടുത്തത് മീമ്. അപ്പൊ എന്തായി? ഈമ. ഫത്തഹ് നീട്ടാൻ എന്ത് വന്നു? അപ്പൊ എങ്ങനെ വന്നു? ഈമ, ഈമാനുൻ. രണ്ട് ലമ്മിട്ടപ്പോഴേ ഈമാനുൻ. ആ. അടുത്തത് മീമിന് എന്താണ് ഹർക്കത്ത്? ലം. അപ്പൊ എന്തായി? മു. ബായിന് കെസറ് ചേർത്ത് പറയാ, രണ്ടക്ഷരം ചേർത്ത് പറയാ, മുബി. കെസറിന് നീട്ടാൻ എന്ത് കൊടുക്കുന്നു? യാ. അപ്പൊ എങ്ങനെ വായിച്ചു? അവസാനത്തെ അക്ഷരം നൂൻ. നൂനിന് ലം കൊടുത്തു. അപ്പൊ എന്തായി? മുബീനു. ആ, മുബീനുൻ. മുബീനുൻ. മ. അടുത്തത് ത. മത്തി. മത്തി. ത. 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 ത പറയുമ്പോ എന്ത് ചെയ്യണം? നാവിന്റെ തല വന്നിട്ട് ഊലിൽ തട്ടും, പല്ലിൽ തട്ടത്തില്ല. മത്തി, മത്തി, മത്തി. ഇപ്പോഴോ? മത്തീനുൻ. അപ്പട്ടാ ഇവിടെ ഫത്തഹിനെ കെസറിനെ നീട്ടി യാ, അലിഫിന് കെസർ നീട്ടി, മീമിന് അല്ല ബായിന് കെസർ, തായിന് കെസർ. അപ്പൊ എന്തായി? ആ, ഈ. ഇതാണ് നമ്മുടെ വിഷയം അല്ലേ? നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആ എന്ന് നീട്ടാനും ഈ എന്ന് നീട്ടാനും എന്ത് വരുന്നു? മദ്ദക്ഷരങ്ങൾ വരുന്നു. മദ്ദക്ഷരങ്ങൾ ഏതൊക്കെയാ? മദ്ദക്ഷരം എന്ന് ചോദിച്ചാൽ എന്തുവാ? നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ്. ഈ മദ്ദക്ഷരം നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഫത്തഹിനെ നീട്ടാൻ അലിഫ്, കെസറിനെ നീട്ടാൻ യാ, ലമ്മിനെ നീട്ടാൻ വാവ്. ഇവിടെ നമ്മൾ ആ പദങ്ങളും വന്നു. ആ, ഈ എന്ന അക്ഷരം, രണ്ട് അക്ഷരങ്ങൾ വായിച്ചു. അത് വെച്ചുള്ള പദങ്ങളാണിത്. എന്താണ്? ഈമാനുൻ. ആ, മുബീനുൻ. ആ, മത്തി, മത്തീനുൻ. ഇനി അടുത്തത് ആ, റജി. ആ, റജി, റജീമുൻ. എന്താണ്? ആ, റജീം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടോ റജീം എന്ന് എവിടെങ്കിലും? പേരാന്ന് തോന്നുന്നില്ല. ആ, എന്നാ ഇടാൻ പാടില്ലാത്ത പേരാ. എന്തുകൊണ്ട്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം. എന്താ? ശൈത്താന്റെ പേരാ. ശൈത്താന്റെ പേരൊക്കെ ഉണ്ട് നമ്മുടെ ഖുർആനില്. എന്താ? ഏത് അവസാന ഏതാ? സൂറത്തുൻ നാസ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞില്ല? അതിനകത്ത് ശൈത്താന്റെ ഒരു പേര് പറയുന്നുണ്ട്. എന്താ പേര്? ഖന്നാസ്. എന്താണ്? ഖന്നാസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസ്. പിന്നെന്താ ഓതുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. അപ്പൊ
2 ശൈത്താന്റെ പേര് നമ്മൾ പഠിച്ചു. ശൈത്താന്റെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം. എന്താ പറയണം? അള്ളാഹുവിന്റെ ശാപം അവന്റെ മേൽ ഉണ്ടാവട്ടെ എന്ന് പറയണം. ശൈത്താൻ എന്ന് പറയുന്നത് ശൈത്താന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇത് പറയുന്നത് ഇഷ്ടമല്ല. ഏത് പറയുന്നത്? ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണം. അല്ലെ? നമ്മൾ പ്രവാചകന്മാരുടെ പേര് വെക്കുമ്പോൾ എന്ത് പറയും? അലൈഹിസ്സലാം പറയും. അല്ലെ? സയ്യിദിന ആദം നബി അലൈഹിസ്സലാം, സയ്യിദിന ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, പ്രവാചകന്മാരുടെ പേരൊക്കെ. അല്ലെ? നമ്മുടെ ബൈത്തിലുണ്ട്. തഫ്സീലു 25 ലസിം കുല്ല മുകല്ലഫിൻ ഫഹഖിഖ് വഗ്തനിം ഹും ആദമുൻ ഇദ്രീസ് നൂഹുൻ ഹൂദ് മഅ സാലിഹ് വ ഇബ്രാഹീം കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈൽ ഇസ്ഹാഖും കദാ യഅഖൂബ് യൂസുഫ് വ അയ്യൂബ് ഇഹ്തദാ ശുഐബ് ഹാറൂൻ വ മൂസ വൽ യസഅ ദുൽകിഫ്ലി ദാവൂദ് സുലൈമാൻ ഇത്തബഅ ഇല്യാസ് യൂനുസ് സക്കരിയ യഹ്യ ഈസാ വ താഹ ഖാതിമുൻ ദഅയ്യ അലൈഹിമുസ്സലാത്തു വസ്സലാമു വ ആലിഹിം മാദാമത്തിൽ അയ്യാമു. 25 നബിമാരുടെ പേരാ നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാട്ടെ. ഈമാനുൻ എങ്ങനെ? ഈമാനുൻ മുബീനുൻ മത്തീനുൻ റജീമുൻ. ജദി ഇപ്പൊ എന്തായി? ജദീദുൻ കറി എന്നല്ല പറയുന്നത്. അറബിയിൽ റാറി എന്ന് പറയും. അറബി പറയുമ്പം മലയാളത്തിൽ പറയുമ്പോൾ റാറി എന്ന് പറയും. അറബി പറയുമ്പോൾ രീന്നേ പറയത്തുള്ളൂ. എന്താണ്? കരി. ഇപ്പോഴോ? കരീമുൻ. തെറ്റിച്ചാണ്ടോ? യഷി അല്ല, യസീറുൻ. സീന് മാറിപ്പോരുത്. യസീറുൻ, യസീറുൻ. സാ സീസു, സാ സീസു, സാ 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 സീ സീ സു സു സാ. കണ്ട? യസീറുൻ. ബഷി. ഇപ്പോഴോ? ബഷീറുൻ. മക്കീനുൻ. അലി. അലീമുൻ. അപ്പം നമ്മളിപ്പോ പഠിച്ചു നോക്കി വേണം. ഇവിടെ ഈ ബി തി ജി ദി രി സി ഷി കി ലി. അല്ലേ? അമി. അമീനൻ. മുനി. മുനീബുൻ. ഇന്നിങ്ങനെ വായിക്കും. ദവ. ഇപ്പോഴോ? ദവാ. ഇതോ? ദവാവി. ഇപ്പോഴോ? ദവാവീനു. ദവാവി. ഫതഹിന് നീട്ടാനുണ്ട്, കെസറിന് നീട്ടാനുണ്ട്. ദവാ ദവാവീനു. എങ്ങനെ വായിക്കും? മഹി. ഇപ്പോഴോ? മഹീനുൻ. യാഇന് നീട്ട് നോക്ക്. തബ്. തബ് യാ ഇ തബിയി. തബിയി. കണ്ട? യാഇന്റെ കസറിനിട്ട യാ തന്നെ. തബീനുൻ. 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 റ. എന്തായി? റമി. ഇപ്പോഴോ? റമീമുൻ. റമീമുൻ. അപ്പൊ നമുക്ക് ഈ അക്ഷരങ്ങളെ നമ്മൾ 15 അക്ഷരം പഠിച്ചു അല്ലേ? 15 അക്ഷരത്തിന്റെ പദങ്ങൾ കിട്ടി. അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കണം. എന്ത് ചെയ്യണം? നമ്മൾ എഴുത്തും വായനയും ഒഴിവാക്കരുത്. അത് ചോദിക്കണം, സംശയങ്ങൾ ചോദിക്കണം. അല്ലേ? ഫതഹിട്ടാലും ലമ്മിട്ടാലും അത് വാ നിറച്ച് തന്നെ പറയണം. റ റു
റാ റു 28 അക്ഷരങ്ങളിൽ 8 അക്ഷരങ്ങൾ വാ നിറയ്ക്കാറുണ്ട്. വാ നിറച്ചുച്ചരിക്കേണ്ടതുണ്ട് 8 അക്ഷരങ്ങൾ. അതിൽ റായും വരുന്നുണ്ട്. പിന്നെ റായിന് 2 രൂപത്തിൽ ഉച്ചരിക്കും. അതിന് അറബി പറയുന്ന തർക്കീഖ് എന്നും തഫ്ഹീം എന്നും പറയും. തഫ്ഹീം, തർക്കീഖ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞില്ല, അള്ളാഹു എന്ന് പറഞ്ഞില്ല. അള്ളാഹു എന്ന് ഉച്ചരിക്കുന്നത് 2. അള്ളാഹു എന്ന് പറയും, അല്ലാഹു എന്നും പറയും. അല്ലാഹു വരുന്നത് എപ്പോഴാണ് ഞാൻ പറഞ്ഞു തന്നു. എപ്പോഴാ? അള്ളാഹു എന്നതിന് മുമ്പ് കെസർ വന്നാൽ മാത്രം അല്ല എന്ന് പറയും. അതുകൊണ്ടാണ് ബിസ്മില്ലാ എന്ന് പറയുന്നത്, അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. ഫത്തഹ് വന്നാലോ അസല്ലാ എന്ന് പറയും അല്ലേ? ലമ്മ വന്നാലോ അബ്ദുല്ലാ എന്ന് പറയും. കാരണം എന്താ? അസല്ലാ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് മുമ്പ് അള്ളാഹ് എന്ന് ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് ഫത്തഹ് വന്നു. അബ്ദുല്ലാ എന്ന് പറയുമ്പോൾ ജലാലത്തിന്റെ ഇസ്മിന് മുമ്പ് എന്ത് വന്നു? ലമ്മ വന്നു. അള്ളാഹു എന്ന് പറയുന്ന ജലാലത്തിന്റെ ഇസ്മ എന്നാ പറയുന്നത്. ഏറ്റവും വളർന്നയുള്ള ഏറ്റവും ഉന്നതമായ നാമമാണ് അള്ളാഹു എന്ന് പറയുന്നത്. ഇനി നമുക്ക് അള്ളാഹുവിനെ കുറിച്ചൊരു പാഠം പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് സൗകര്യം പോലെ പഠിക്കാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ അവന്നത് അപ്പൊ റാ കെസർ വന്നാൽ എപ്പോഴും രീതി എന്നേ പറയത്തുള്ളൂ. റിജാല്. ഇനി വേറെ സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. വാക്ക് തുടങ്ങുമ്പോഴും റിജാലിന്ന് കെസർ വന്നാൽ റിജാൽ എന്ന് പറയും. രീ എന്ന് പറയത്തുള്ളൂ. റാ എന്ന് തന്നെ പറയും. അത്രേ ഉള്ളല്ലോ സംശയം. ഇനി ഞാൻ പറഞ്ഞു വന്നെന്ന് പറയും, നമ്മൾ എപ്പോഴും എന്ത് വേണം? നമ്മൾ ഖുർആനെ ഇമാമാക്കണം. എന്ത് വേണം? ഖുർആൻ ഇമാമാക്കണം. എങ്ങനെയാണ് ഖുർആൻ? നമ്മളെ ഖബറിൽ ചെന്നാൽ നമ്മൾ ചോദിക്കും, നിന്റെ ഇമാം ആരാന്ന് ചോദിക്കും അല്ലേ? അപ്പൊ ചോദിക്കുമ്പോൾ നമ്മുടെ ഇമാം ഖുർആൻ ആണെന്ന് പറയണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു കാര്യം പഠിക്കാം. എന്താണെന്നറിയോ? നമ്മള് ജീവിതത്തിൽ എല്ലാ ചലനങ്ങളും ഇമാമാക്കുന്ന പരിപാടിയാക്കാം. ഉദാഹരണം നമ്മൾ ഉണരുന്നത് മുതൽ ഇപ്പൊ നമ്മുടെ വിഷയം നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞാൽ ഈ പാഠം പഠിക്കുന്ന അനുസരിച്ച് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ഖുർആൻ ഇമാമാവത്തുള്ളൂ. എന്താവും? നമ്മൾ ഇമാമാവും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ എത്ര ആയത്താ? 5 ആയത്താ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അവിടെ അള്ളാഹു നമ്മളോട് ആദ്യമായി കൽപ്പിച്ച കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത് വായിക്കാനാണ് പറയുന്നത് അല്ലേ? അതിനകത്ത് തന്നെ ഒരു ആയുധത്തിന്റെ പേര് പറഞ്ഞു. എന്താ പേര്? പേനയുടെ പേര്. അല്ലമ ബിൽ ഖലം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ പഠിക്കുകയും എഴുതുകയും ചെയ്യുമ്പം നമ്മൾ ഈ 5 ആയത്തിനെ ഓർക്കണം. അള്ളാഹുവിന്റെ ആദ്യത്തെ കൽപ്പനയാണല്ലോ വായനയും പഠനവും എല്ലാം. അത് ഞാൻ നിലനിർത്തും എന്നുള്ള നിയ്യത്ത് വേണം ഇൻഷാ അല്ലാഹ്. നമ്മുടെ മനസ്സിൽ അങ്ങനെ വേണം. മരിക്കുന്നവരെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. അതുപോലെ ഹദീസും ഉണ്ടല്ലോ, എങ്ങനെ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാ? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അള്ളാഹിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചല്ലേ. അപ്പൊ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞ എന്താണ്? നിങ്ങൾ എഴുതുകയും ചെയ്യണം, വായിക്കുകയും ചെയ്യണം, പഠിപ്പിക്കുകയും ചെയ്യണം. ആദ്യത്തെ 5 ആയത്തിൽ ഇതെല്ലാം നമുക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ പേന എടുത്ത്, അതായത് ഷർട്ട് എടുത്തിട്ട് നമ്മൾ ഇടാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താ? ഈ പേനയോ അല്ലെങ്കിൽ ഒരു പേപ്പറോ പോക്കറ്റ് വെക്കുമ്പോൾ ഇത് മനസ്സ് നെയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. ഞാനിത് ഖുർആനെ ഇമാമാക്കുകയാണ്. ഖുർആനെ നാളെ എൻ്റെ ഖബറിൽ ചോദിക്കുമ്പോൾ ഞാൻ ഖുർആൻ ഇമാമി എന്ന് പറയാൻ വേണ്ടിയുള്ള പരിശ്രമമായി അപ്പോൾ അവിടെ തുടങ്ങുന്നതെന്നുള്ള നെയ്യത്ത് വേണം. മനസ്സിലായോ? അപ്പൊ അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകും. എങ്ങനെ? ഈ പഠനം കൊണ്ട് പ്രയോജനം ഉണ്ടാവും. മനസ്സിലായോ? പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി വന്നിരിക്കുക. മനസ്സിലായോ? അതിന്റെ അദബുകൾ പാലിക്കുക. ഈ അദബുകൾ പാലിച്ച് ഇൽമു കിട്ടിയെങ്കിൽ അതുകൊണ്ട് നാഫിയായ ഇൽമാവത്തുള്ളൂ. ഉപകാരം ചെയ്യുന്ന ഇൽമ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. മനസ്സിലായോ? ഈ പഠിക്കുന്ന അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.